മാങ്ങയുടെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ ശരിക്കും നന്നായിട്ട് ഉപ്പൊക്കെ മിക്സ് ആയിട്ട് കിട്ടും അതിൽ. ഇനി ചതച്ച മാങ്ങയുടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ ഈ മാങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം.